എല്ലാവർക്കും നമസ്കാരം. അനായാസം പാടാമെന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മൊബൈലിൽ സൂം എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. സൂം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഓൾറെഡി തന്നെ ഞങ്ങൾ അയച്ച മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായും ആ സൂം എന്ന സോഫ്റ്റ്വെയർ ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം, ശില്പശാല അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങളുടെ മൊബൈൽ മുഴുവനായി ചാർജ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇത് ഏകദേശം 2 മണിക്കൂർ വരുന്ന ശില്പശാല ആയതിനാൽ ഏകദേശം 1.5 മുതൽ 2 GB ഡാറ്റ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം പൂർണ്ണമായും വെബിനാർ കാണുവാനും കേൾക്കുവാനും സാധിക്കാവുന്നതല്ല. സൂം എന്ന ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതിനെ കുറിച്ചാണ് ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അയച്ചു തന്ന ആ മെസ്സേജിൽ നാളെ നടക്കുന്ന ശില്പശാലയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ശില്പശാലയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്ക്രീൻ നിങ്ങളുടെ മൊബൈലിൽ കാണാവുന്നതാണ്. ഒരു ബ്ലാക്ക് കളറിലുള്ള പ്രിപ്പയറിംഗ് മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഉടനെ തന്നെ നീല കളറിലുള്ള സൂം എന്ന് എഴുതിയ മറ്റൊരു സ്ക്രീൻ വരുന്നതാണ്. ആ സ്ക്രീൻ വന്നതിന് ശേഷം ആ സൂം എന്ന് പറയുന്ന സൂം എന്ന് എഴുതിയിരിക്കുന്ന ആ സ്ക്രീൻ വന്നതിന് ശേഷം നിങ്ങളെ ഈ ശില്പശാലയുടെ ഹോസ്റ്റ് നിങ്ങൾ അതിനൊക്കെ കയറ്റുന്നതാണ്. നിങ്ങൾ ആ ശില്പശാലയിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കാണും, വൈഫൈ സെല്ലുലാർ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു കാണും, അല്ലെങ്കിൽ ഡയലിൻ. അതിൽ വൈഫൈ സെല്ലുലാർ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ നിർബന്ധമായും സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നാളെ നടക്കുന്ന ക്ലാസ് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ ക്യാമറ ഓൺ ചെയ്യേണ്ടതാണ്. ക്യാമറ ഓൺ ചെയ്യുന്നതിന് ഈ മൊബൈലിൻ്റെ സ്ക്രീനിൽ കാണുന്ന സ്റ്റാർട്ട് വീഡിയോ എന്ന് പറയുന്ന 2ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മറ്റൊരു 4ാമത്തെ ഓപ്ഷൻ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. ചാറ്റിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചാറ്റ് വഴി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശില്പശാല നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുവാനുണ്ടെങ്കിൽ റിയാക്ഷൻസ് മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ റിയാക്ഷൻസ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തമ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, തമ്പ് എന്ന് പറയുന്ന റിയാക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്റ്റ് നിങ്ങളെ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഈ ശില്പശാല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഡേറ്റ അത് 1.5 മുതൽ 2 GB വരെ ഉണ്ടായിരിക്കേണ്ട നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പൂർണ്ണമായി വെബിനാർ കാണുവാൻ സാധിക്കുന്നതല്ല. മറ്റൊരു കാര്യം, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നേരത്തെ തന്നെ ലോഗിൻ ചെയ്യേണ്ടതാണ്. വൈകി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബിനാറിൽ കയറുവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ സൂം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. നന്ദി, നമസ്കാരം.